നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗൊക്കെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയല്ലോ. സീസൺ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി. മാർച്ച് മാസത്തിൻ്റെ പകുതിയായി. ഇനി 2-2.5 മാസക്കാലം കൂടിയാണ് ഈ സീസൺ ഉള്ളൂ. പിന്നെ ഇത്തവണ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ട്. ഏതായാലും സീസണിൻ്റെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞ ഈ ഘട്ടത്തിൽ ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ആർക്കായിരിക്കും? ഇപ്പോഴേ ഏതാണ്ട് ചില സൂചനകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. സ്കോർ 90യുടെ പവർ റാങ്കിങ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത്തവണ ബാലൻ ഡിയോർ പുരസ്കാരം ലഭിക്കാൻ സാധ്യതയുള്ള 20 താരങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ സാധ്യതയുള്ള ആൾ 20ാമത് വരും. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ബാലൻ ഡിയോർ വീഡിയോകൾ, പവർ റാങ്കിങ് വീഡിയോകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സ്കോർ 90 പറയുന്നത് 20ാം സ്ഥാനത്ത് വിറ്റീഞ്ഞ, പാരീസ് സെൻ ജെർമൻ്റെ താരം വിറ്റീഞ്ഞയാണ് 20ാം സ്ഥാനത്ത് വരുന്നതെങ്കിൽ 19ാം സ്ഥാനത്ത് ഫ്ലോറിൻ വേർട്സ് ആണ്. ബയർ ലെവർക്യൂസൻ്റെ താരത്തിന് പക്ഷേ പരിക്ക് പറ്റി ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ്. 18ാം സ്ഥാനത്ത് ബഴേല്ല വരുന്നു. ഇന്റർ മിലാൻ്റെ താരമായിട്ടുള്ള ബഴേല്ലയാണ് 18ാം സ്ഥാനത്തെങ്കിൽ 17ാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ് ഈ സീസണിൽ ഇപ്പോഴും ഗോളടി തുടരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു കളി വരുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 16ാം സ്ഥാനത്താണ് റോഡ്രിഗോയെ അവർ കൊടുക്കുന്നത്. റോഡ്രിഗോ തീർച്ചയായിട്ടും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവർ 16ാം സ്ഥാനത്ത് കൊടുക്കുമ്പോൾ 15ാം സ്ഥാനത്താണ് ഹുലിയൻ ആൽവാരസ്. അർജന്റീൻ സൂപ്പർ താരം ഇപ്പോൾ മികച്ച പ്രകടനമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് കളിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ പെനാൽറ്റിയിലെ ഡബിൾ ടച്ചാണ് അദ്ദേഹത്തിൻ്റെ ടീമിനെ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. 14ാം സ്ഥാനത്താണ് ബയൺ മ്യൂണിക്കിൻ്റെ യുവ സൂപ്പർ താരം ജമാൽ മുസിയാലയെങ്കിൽ 13ാം സ്ഥാനത്ത് മറ്റൊരു ബയൺ മ്യൂണിക്ക് താരം കിമ്മിച്ചിനെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12ാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ സെൻറ്റർ ബാക്ക് വെർജിൽ വാൻ ഡൈക്ക്. 11 ബയൺ മ്യൂണിക്കിൻ്റെ ഗോളടി വീരൻ ഹാരി കെയ്ന്. 10ാം സ്ഥാനത്ത് ഫെഡെ വാൽവെർദെ, റയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിലെ മിന്നും താരം, വേണ്ടി വന്ന RB ആയിട്ടും കളിക്കുന്നു. അങ്ങനെ മികച്ച രൂപത്തിൽ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നു. 10ാം സ്ഥാനത്ത് അദ്ദേഹം വരുമ്പോൾ FC ബാഴ്സലോണയുടെ ഗോളടി വീരൻ റോബർട്ട് ലെവൻഡോസ്കിയാണ് 9ാം സ്ഥാനത്ത്. 8ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് താരം ജൂഡ് ബെല്ലിംഗാമും. 7ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ മാന്ത്രികൻ യുവ സൂപ്പർ താരം ലാമിൻ യമാൽ. 6ാം സ്ഥാനത്ത് ഇപ്പോൾ പാരീസ് സെൻ ജെർമനിൽ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന ഓസ്മാൻ ഡെംബലെയാണ്. 5ാം സ്ഥാനത്താണ് വിനി ജൂനിയർ. കഴിഞ്ഞ തവണ ബാലൻ ഡിയോർ കണ്ടൻഡറായിട്ട് എല്ലാവരും കണക്കാക്കിയ താരം. പക്ഷേ ഇത്തവണ 5ാം സ്ഥാനത്ത് വരുമ്പോൾ 4ാം സ്ഥാനത്താണ് പെഡ്രി. ബാഴ്സയുടെ കളികളിൽ പെഡ്രി എടുക്കുന്നൊരു എഫേർട്ടും അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും വളരെ വളരെ വലുതാണ്. 3ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ, പാരീസ് സെൻ ജെർമൻ വിട്ട് ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് എത്തിയിട്ടും അദ്ദേഹം തൻ്റെ മികവ് തുടരുകയാണ്. എംബാപ്പെ 3ാമത് വരുമ്പോൾ മോസല ഇപ്പോൾ 2ാമതായി പോയിട്ടുണ്ട്. മോസലയുടെ കാര്യത്തിൽ അദ്ദേഹം 1ാമതായിരുന്നു ഇതുവരെയൊക്കെ പലരും പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടീം പുറത്തായതോടുകൂടി അദ്ദേഹത്തിൻ്റെ സാധ്യത കുറയുകയാണ്. UCL കിരീടം കൂടി ഉണ്ടെങ്കിൽ ബാലൻ ഡിയോർ എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് നമുക്കറിയാം. 1ാമത് വരുന്നത് FC ബാഴ്സലോണയുടെ സൂപ്പർ താരം, ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞ. എന്തൊരു കളിയാണ് ഇപ്പോൾ റാഫീഞ്ഞ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാഴ്സയുടെ കുതിപ്പിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ റാങ്കിങ്ങുമായി വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.